മിന്നുന്ന വിജയത്തിന്റെ നേരവകാശി ഒരൊറ്റ സൂപ്പർ താരം മാത്രമേ ഉള്ളൂ. അത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിത്ത് ഇൻവേർട്ടഡ് വിജയനായി തീരുന്ന കാഴ്ച പാർട്ടിയും സർക്കാരും അത്രയേറെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് തിളക്കമാർന്ന നേട്ടം മുന്നണിക്കുണ്ടാക്കിയത്. പ്രതിസന്ധികളിൽ അല്പം പോലും ഉലയാതെ, അല്പം പോലും തളരാതെ ഉറച്ച നേതൃത്വമായി പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിച്ചതിന്റെ ചിത്രമാണ് നമ്മൾ കണ്ടത്. റിപ്പോർട്ട് ക്യാപ്റ്റൻ. അങ്ങനെയാണ് നവമാധ്യമങ്ങളിൽ പിണറായി വിജയന് സൈബർ പോരാളികൾ നൽകിയിരിക്കുന്ന പേര്. അത് അന്വർത്ഥമാക്കുന്ന നേതൃശേഷിയാണ് പിണറായിയുടെ കരുത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ നിരാശപ്പെട്ടില്ല. വട്ടിയൂർക്കാവ് ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പിലെ വിജയങ്ങളിൽ മതിമറന്നില്ല. നിപ്പ, ഓക്കി, 2 പ്രളയങ്ങൾ, കോവിഡ്, ലോകം ശ്രദ്ധിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആ നേതൃശേഷി ശ്ലാഘിക്കപ്പെട്ടു. തുടർഭരണമെന്ന ചർച്ചകൾക്കിടയിലേക്കാണ് സ്വർണ്ണക്കടത്ത് എത്തിയത്. പിന്നെ ആരോപണങ്ങൾക്കുമേൽ ആരോപണങ്ങൾ, ഏത് കരുത്തരും ആടിയുലഞ്ഞു പോകുന്ന ആക്രമണങ്ങൾ. കേന്ദ്ര ഏജൻസികൾ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ കറങ്ങിക്കൊണ്ടേയിരുന്നു. പിണറായി പതറിയില്ല. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിലെത്തിക്കാൻ മുൻകൈയെടുത്തു. ഒപ്പം സർക്കാരിന്റെ വികസനത്തിന്റെയും നേട്ടങ്ങളുടെയും പട്ടികയുമായി തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങാനുള്ള തീരുമാനവും. രണ്ടും തെറ്റിയില്ല. കേരളത്തെയും അതിന്റെ നേട്ടങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നാടിനെ സ്നേഹിക്കുന്നവർ നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച അഗ്നിപരീക്ഷയാണ് പിണറായി കടന്നിരിക്കുന്നത്. മുന്നിലെ വെല്ലുവിളികൾ ചെറുതല്ല. ഇതിനെയെല്ലാം അതിജീവിക്കാൻ പിണറായിയുടെ നേതൃത്വത്തിനാകുമെന്ന വിശ്വാസമാണ് കേരളത്തിൽ LDF പ്രവർത്തകരുടെ ആത്മവിശ്വാസം. ജലതമിടയുമലമുടിയിലെ അമര സമരധ്വജമുയർത്തി അടിമ ജീവിതം മുഴച്ചൊരു